നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമഃ. പാശവും വടിയുമായി കൊണ്ട് ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരനെ പിൽപാടു ചെന്നത തടുത്തോരു നാൾ വരെയും അപ്പോലെ നൗമി ഹരി നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. ഒരു ഭക്തന് ഗാഢമായ അർപ്പണബുദ്ധിയോടെ ഭഗവാനെ തിരയാൻ മാത്രമേ പറ്റൂ. ഭഗവാൻ എപ്പോഴാണ് കരുണ കാണിക്കുക, എപ്പോഴാണ് മുക്തി ലഭിക്കുക, ഇതൊന്നും തീർത്ത് നിർണയിക്കാൻ കഴിയില്ല. ഭഗവാൻ ചിലപ്പോൾ ചിലരെ പെട്ടെന്ന് അനുഗ്രഹിക്കുന്നു, മറ്റു ചിലരെ വല്ലാതെ പരീക്ഷിക്കുന്നു. ഇതിൻ്റെ രഹസ്യം എന്തെന്ന് നിർണയിക്കാനും വയ്യ. ആശ്ചര്യകരമായി ഭഗവാനിൽ കാണുന്ന ഈ വിരുദ്ധ ഭാവങ്ങളെ പുരാണ ഇതിഹാസങ്ങളിലുള്ള പല ദൃഷ്ടാന്തങ്ങളും ചൂണ്ടിക്കാട്ടി വെളിപ്പെടുത്തുകയാണ് ആചാര്യൻ അടുത്ത 7 പദ്യങ്ങളിൽ. ഭഗവാന്റെ ക്ഷിപ്രപ്രസാദത്തിന് പാത്രീഭവിച്ച അജാമിളൻ്റെ കഥയാണ് 29-ാം പദ്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പാശവും വടിയുമായി കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്ന് കയറിട്ടോരു കിങ്കരരെ പിൽപ്പാടു ചെന്നധ തടുത്തോരു നാൾ വരെയും അപ്പോലെ നൗമി ഹരിനാരായണായ നമഃ. അജാമിളനെന്ന ബ്രാഹ്മണനെ അപ്പാശവും വടിയുമായിക്കൊണ്ട് യമപാശവും വടിയും കയ്യിലേന്തി മുൽപ്പാട് ചെന്ന് ആദ്യം ചെന്ന് കയറിട്ടൊരു കിങ്കരരെ വരിഞ്ഞുകെട്ടാൻ ഭാവിച്ച യമഭടന്മാരെ അഥാ പിൽപ്പാട് ചെന്ന് തുടർന്ന് പിന്നീട് ചെന്ന് തടുത്തൊരു നാൽവരെയും തടുത്ത 4 വിഷ്ണുദൂതന്മാരെയും അപ്പോലെ നൗമി വിഷ്ണു സദൃശമായ അവരുടെ രൂപം സ്മരിച്ചുകൊണ്ട് ഞാൻ കുമ്പിടുന്നു. നാരായണായ നമഃ. നാരായണന് നമസ്കാരം. അജാമിളനെന്ന ബ്രാഹ്മണനെ യമപാശവും വടിയും കയ്യിലേന്തി ആദ്യം ചെന്ന് വരിഞ്ഞു കെട്ടാൻ ഭാവിച്ച യമഭടന്മാരെ തുടർന്ന് പിന്നീട് ചെന്ന് തടുത്ത 4 വിഷ്ണുദൂതന്മാരെയും വിഷ്ണു തുല്യമായ അവരുടെ രൂപം സ്മരിച്ചുകൊണ്ട് ഞാൻ കുമ്പിടുന്നു. നാരായണന് നമസ്കാരം. അജാമിള കഥ. ഭാഗവതം 6-ാം സ്കന്ധത്തിൽ 1-ാം അധ്യായത്തിലാണ് അജാമിള കഥ തുടങ്ങുന്നത്. പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തിട്ട് അതേ പാപം വീണ്ടും തുടരുന്നയാൾക്ക് പ്രായശ്ചിത്തം കൊണ്ട് ഫലമുണ്ടാകുന്നില്ലല്ലോ എന്നൊരു സംശയം പരീക്ഷിത്ത് ഉന്നയിച്ചു. ഒരിക്കൽ കൂടി വായിക്കാം. പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തിട്ട് അതേ പാപം വീണ്ടും തുടരുന്നയാൾക്ക് പ്രായശ്ചിത്തം കൊണ്ട് ഫലമുണ്ടാകുന്നില്ലല്ലോ എന്നൊരു സംശയം പരീക്ഷിത്ത് ഉന്നയിച്ചു. കർമ്മത്തെ കർമ്മം കൊണ്ട് എന്നേക്കുമായി ഒതുക്കി തീർക്കാൻ ഒരിക്കലും സാധ്യമല്ല. അജ്ഞൻ്റെ സംതൃപ്തിക്കാണ് പ്രായശ്ചിത്ത വിധികൾ. സത്യമെന്തെന്ന് വിചാരം ചെയ്തറിയുക മാത്രമാണ് യഥാർത്ഥ പ്രായശ്ചിത്തം. അതോടൊപ്പം നാരായണനാമജപവും. ഒരിക്കലെങ്കിലും നാരായണനാമം സ്മരിക്കുന്നയാളിനെ പാശധാരികളായ യമഭടന്മാർക്ക് വിട്ടൊഴിയേണ്ടി വരുന്നു. ശുഗൻ പരീക്ഷത്തിൻ്റെ സംശയം ഇങ്ങനെ നിവർത്തിപ്പിച്ച ശേഷം ദൃഷ്ടാന്തമായി പറയുന്നതാണ് അജാമിള കഥ. കന്യാകുബ്ജത്തിലെ ഒരു ബ്രാഹ്മണനായിരുന്നു അജാമിളൻ. ബ്രാഹ്മണ ആചാരമെല്ലാം വെടിഞ്ഞ് ഒരു ദാസിയെ വേളിയും കഴിച്ച് അയാൾ കഴിഞ്ഞുകൂടി. ഭഗവാനെ മറന്ന് ദുർവാസനകളിൽ മുഴുകിക്കഴിഞ്ഞ അയാൾക്ക് 10 പുത്രന്മാരും ഉണ്ടായി. പിതാവിൻ്റെ
ഏറ്റവും വത്സലനായ ഇളയ പുത്രൻ്റെ പേര് നാരായണൻ എന്നായിരുന്നു. മരണസമയം സമാഗതമായി. പിതാവിൻ്റെ ചിന്ത മുഴുവൻ ഇളയ മകനായ നാരായണനിലായിരുന്നു. ഘോരരൂപികളും പാശഹസ്തന്മാരുമായ 3 പേർ അജാമിളനെ സമീപിച്ച് കെട്ടാൻ ആരംഭിച്ചു. അപ്പോഴേക്കും ആ ബ്രാഹ്മണൻ അങ്ങകലെ കളിച്ചുകൊണ്ടു നിന്ന നാരായണനെ ഇടറുന്ന സ്വരത്തിൽ ഉച്ചത്തിൽ വിളിച്ചു. മരിക്കാൻ പോകുന്നയാൾ ഭഗവൻ നാമം ഉച്ചരിക്കുന്നത് കേട്ട് 4 വിഷ്ണുദൂതന്മാർ പെട്ടെന്ന് അവിടെ ആവിർഭവിച്ചു. വിഷ്ണു സ്വരൂപികളായ അവർ യമഭടന്മാരെ തടഞ്ഞു. മാത്രമല്ല, യമഭടന്മാർക്ക് ധർമ്മം എന്തെന്ന് അറിയാനേ പാടില്ലെന്ന് പറഞ്ഞ് നിന്ദിച്ച് അവരെ ആട്ടിപ്പായിച്ചു. ധർമ്മസാരം എന്തെന്ന് അവർ ഇങ്ങനെ പ്രഖ്യാപിച്ചു: സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേളനമേവ ച ഏവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷാഘഹരം വിദുഹു. ശ്രീമദ് ഭാഗവതം 6:2-14. സാങ്കേതികമായോ, പരിഹാസമായോ, പരിഭ്രമിച്ചോ, കളിയായോ, എങ്ങനെയായാലും വേണ്ടില്ല, ഭഗവൻ നാമോച്ചരണം പാപങ്ങളെ അപ്പാടെ നശിപ്പിക്കുന്നു. യമഭടന്മാരെ ആട്ടിയോടിച്ച ശേഷം അജാമിളനെ അനുഗ്രഹിച്ച് വിഷ്ണുദൂതന്മാരും മറഞ്ഞു. മൃത്യുവക്ത്രത്തിൽ നിന്നും രക്ഷപ്പെട്ട അജാമിളൻ തൻ്റെ ഭൂതകാല കർമ്മങ്ങളിൽ പശ്ചാത്തപിച്ച് വിരക്തനായി ഭവിച്ചു. ഗംഗാതീരത്തെത്തി തപസ്സു ചെയ്ത് അചിരേണ ആത്മസാക്ഷാത്കാരം നേടുകയും ചെയ്തു. ഇങ്ങനെ നാമോച്ചാരണം കേട്ടെത്തി അജാമിളനെ യമഭടന്മാരിൽ നിന്നും രക്ഷിച്ച വിഷ്ണുദൂതന്മാരെയാണ് ആചാര്യൻ കുമ്പിടുന്നത്. മരണവേളയിൽ ഭഗവൻ നാമം സ്മരിക്കാനും കീർത്തിക്കാനും ഭാഗ്യമുണ്ടാകണം എന്ന് ഭാവം. അന്ത്യവേളയിൽ നാമം സ്മരിച്ച അജാമിളനെ വിഷ്ണുദൂതന്മാർ യമഭടന്മാരിൽ നിന്നും മോചിപ്പിച്ചു. അജാമിളൻ്റെ ആദ്യകാല ജീവിതം പരിശുദ്ധവും ഈശ്വര ആരാധനാപൂർണവുമായിരുന്നു. ജീവിതത്തിൻ്റെ മധ്യഘട്ടത്തിലാണ് ദാസീപതിയായി അജാമിളൻ അധപ്പതിച്ചത്. ഒരു പക്ഷേ പൂർവസംസ്കാരം തങ്ങിക്കിടന്നതാവാം നാമസ്മരണത്തിനും മോചനത്തിനും ഇടയാക്കിയത്. എന്തായാലും ഭഗവത് ഭജനത്തിൽ ഏർപ്പെട്ട ഭക്തനായ ഒരു പാണ്ഡ്യരാജാവിനെ ഭഗവാൻ കഠിനമായി പരീക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ദൃഷ്ടാന്തം എടുത്തുകാട്ടി സ്വയം അത്ഭുതപ്പെടുകയാണ് ആചാര്യൻ അടുത്ത പദ്യത്തിൽ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. ജഗന്നാഥ